മിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം. അതിന് മുന്നേ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം, BM TV ന്യൂസും വിഘ്നേശ്വര മീഡിയ TVയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം, 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായി? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. റെഡിയാണോ മോനെ? റെഡിയാണ്. ആൻസർ പറയോ? പറയും അല്ലേ? അപ്പോൾ ഫസ്റ്റ് പഠിച്ചിട്ടില്ല, കൊച്ചു കുസൃതി ചോദ്യമൊന്നും പഠിച്ചിട്ടില്ല. ആദ്യത്തെ ചോദ്യം, ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ്? ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ്? കുസൃതി ചോദ്യ. ഒറ്റക്കാലിൽ നിൽക്കുന്നു, തലയിൽ ഭാരം ചുമക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ്, കഴിക്കാനൊക്കെ ഉപയോഗിക്കും. ചിലപ്പോൾ തോരൻ വയ്ക്കും, ചിലർ കറി വയ്ക്കും. കഴിക്കുന്ന ഐറ്റമാണ്. ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരമുള്ളതുമായ വസ്തു ഏതാണ്? യെസ്, തലയിലാണ് ഭാരം. എന്താ? ചേനയോ? ചേനയല്ല, ചേനയെ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ചേനയെ പോലെ ഇരിക്കുന്നു. ഏകദേശ രൂപം അറിയത്തില്ല. ടൈം ഔട്ടായി. കൂണാണ് ആൻസർ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം. നൂൽപ്പാലം അല്ല. പഠിക്കരുത്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അത്രേ ക്ലൂ തരാൻ പറ്റും. ഇനി പറഞ്ഞോളൂ. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. മൂക്കിന്റെ പാലം കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? നീതു. അപ്പോൾ നീതു ആണ് ആൻസർ പറഞ്ഞേക്കുന്നത്. നല്ലൊരു ക്ലാപ്പ്. ഹലോ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പൊ കോൺഫിഡന്റ് ആയോ? ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും ഞാൻ പറയത്തില്ല എന്നും പറഞ്ഞ് വാശിയോടുകൂടി കയറിയതാണ്. ഞങ്ങൾ ആൻസർ പറഞ്ഞില്ല എങ്കിൽ ഈ പ്രോഗ്രാം ഇടരുത് എന്ന് വരെ പറഞ്ഞു. ആ ആൾ എന്നെ ആദ്യമായിട്ട് ആൻസർ പറഞ്ഞു. കോൺഫിഡൻസ് ഇല്ലായ്മ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാണാൻ പറ്റും, പിടിക്കാൻ പറ്റില്ല, എന്താണത്? എളുപ്പമുള്ള ക്വസ്റ്റ്യനാ. കാറ്റ്. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നീ ഇത് 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞു. എന്താ പാട്ട് പാടുന്നു? പാട്ട് പഠിക്കും. ജോണി. പേരെന്താ? എന്താ പേര്? നന്ദു. മോന്റെ പേരെന്താ? നിരഞ്ജൻ. അപ്പു പാട്ട് പാടി. Johnny, yes papa, eating sugar no papa, telling lies no papa, open your mouth, ha ha. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, ജീവനുണ്ട് ശ്വാസമില്ല എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, എന്താണത്? ജീവനുണ്ട് പക്ഷെ ശ്വാസമില്ല എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും, എന്താണത്? മേഘമല്ല. ഇതിൽ പ്രത്യേകിച്ച് ക്ലൂ തരാനൊന്നും പറ്റത്തില്ല. അല്ല, ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധപ്പെട്ടല്ല. ജീവനുണ്ട് ശ്വാസമില്ല പക്ഷെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഇതൊരു കുസൃതി ചോദ്യമാണ്. അപ്പോഴത്തേക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കുള്ളത് പോലത്തെ ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടിയല്ല.
അറിയാമോ? അറിയത്തില്ല. മലയാളം അറിയില്ല. അപ്പോൾ ടൈം ഔട്ടായി. നദി. ഏത് പറഞ്ഞാലും മതിയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ആൻസർ ആക്കിയേനെ. ഓക്കെ, അപ്പോൾ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണേ, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ കിട്ടും. എല്ലാവർക്കും വേണ്ടി വരുന്നു, പക്ഷേ ആരും വാങ്ങാത്ത സാധനം എന്ത്? ഇതെല്ലാവർക്കും വേണം, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വാങ്ങാറില്ല. എന്താണത്? ഗിഫ്റ്റ് അല്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വാങ്ങുമോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ വാങ്ങിയെന്ന് വരും, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഈ ഒരു സാധനം നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റൂല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു സാധനം ഗിഫ്റ്റൊക്കെ. ശവപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ്. ശവപ്പെട്ടിയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നീ ഇത് 3 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. ആരും ഇതുവരെ മുന്നിട്ട് വന്നില്ല. അത് ഇഞ്ചോടിഞ്ഞ് പൊരുതാനായിട്ട് ആരും ഇതുവരെ വന്നിട്ടില്ല. ഇനി ആരെങ്കിലുമൊക്കെ വരുമെന്ന് നോക്കാം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കൂടുതൽ എടുക്കും തോറും വലുതാകുന്നത് എന്താണ്? നിങ്ങൾ കൂടുതൽ എടുക്കും തോറും വലുതാകുന്നത് എന്താണ്? ഇത് എടുക്കും തോറും വലുതായിക്കൊണ്ടേയിരിക്കും. ലോൺ. ഒരു ആൻസർ ആണ്, പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യ. നീ ഇത് ആലോചിക്കുകയാണ്. ഇവിടെ ചേച്ചിക്ക് എന്തെങ്കിലും എടുക്കും തോറും വലുതായിക്കൊണ്ടിരിക്കുന്നത് എന്താ? എന്താ ഗ്രോ ആവണേ? നമ്മൾ തേക്ക് ചെയ്യും തോറും ഗ്രോ ആവുന്നത് എന്താ? മണി അല്ല. ടൈം ഔട്ടായി. കുഴി. നമ്മൾ എടുക്കും തോറും വലുതായിക്കൊണ്ടിരിക്കത്തില്ലേ? ഓർത്തായിരുന്നല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? ഒരു രസകരമായ ആൻസർ വേണം. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് എല്ലാവരും മുഖം മറയ്ക്കുന്നത് അറിയാമോ അനിക്കുട്ട? മനസ്സിലായി. മലയാളം അറിയത്തില്ല. എല്ലാവരും മുഖം മറയ്ക്കുന്നത് എപ്പോഴാണ്? ഡ്രസ്സ് ഇടുമ്പോ നമ്മൾ മുഖം മറച്ചിട്ടല്ലല്ലോ ഡ്രസ്സ് ഇടുന്നത്. മരിച്ചു കഴിയുമ്പോഴല്ല. രസകരമായ ആൻസർ. ടൈം ഔട്ടായി. തുമ്മുമ്പോഴാണ്. ഓക്കെ, ഇനി പാട്ട് പാടോ മോനെ? ഒരു പാട്ടുകൂടെ പാടോ. അനിക്കുട്ടൻ പാടിക്കും. അയ്യോ അങ്ങനെയല്ലേ, ഇങ്ങനെ പഠിക്കും. Twinkle twinkle little star, how I want you up around so high, like a diamond in the sky. വാ തുറക്കാതെ. അപ്പോൾ അനിക്കുട്ടൻ നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? പാട്ട് പാടിയതല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും, പഴകുമ്പോൾ കാലിയാകും. എന്താണത്? ബലൂൺ അല്ല. പുതിയതായി കിട്ടുമ്പോൾ നിറഞ്ഞിരിക്കും, പഴകുമ്പോൾ അങ്ങ് കാലിയാകും. എന്താണ്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്. പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. റൈസറും അല്ല, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് തന്നെ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനം. പെൻസിലല്ല. വരട്ടെ. നിറഞ്ഞിരിക്കും. പെൻ. കറക്റ്റ് ആൻസർ പെന്നാണ്. എന്താ പേര്? രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്ത് ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ചേട്ടന് ഒരു പ്രോത്സാഹന ക്ലാപ്പ് കൊടുക്കും. അവസാനം കയറി വന്നിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്ര ചവിട്ടിയാലും തിരിച്ച് ചവിട്ടാത്തത് എന്താണ്? എൻ്റെ കയ്യിലുള്ള ആൻസർ പറയണേ. ചെരുപ്പല്ല. ഒരുപാട് ആൻസർ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ആൻസർ പറയണം. എത്ര ചവിട്ടിയാലും തിരിച്ച് ചവിട്ടാത്തത് ആരാണ്? എത്ര ചവിട്ടിയാലും തിരിച്ച് ചവിട്ടാത്തത് ആരാണ്? അറിയത്തില്ല മലയാളം. എന്താ?
അല്ല, ചവിട്ടിയാലും തിരിച്ചു നമുക്ക് എല്ലാ പേർക്കും ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. ബ്ലാക്ക് കളറാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഹെയർ അല്ല. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. അല്ല, ടൈം ഔട്ടായി. നിഴൽ. യെസ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രഞ്ജിതേട്ടൻ പാട്ട് പാടോ? ഇല്ല. പാട്ട് പാടും? ഒരു ഡാൻസ് ആയാലോ? പാട്ട് പാടോ? ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ, തൊടുമ്പോൾ എല്ലാം അപ്രത്യക്ഷമാകുന്നത് എന്താണ്? തൊട്ടാൽ പിന്നെ ഈ സാധനം കാണാൻ പറ്റില്ല. എന്താണ്? ബബിൾസ്. കറക്റ്റ് ആൻസർ. ആരാ ആദ്യം പറഞ്ഞു? ഇവിടെ അല്ലേ പറഞ്ഞു? അപ്പോൾ രഞ്ജിത്തേട്ടനാണ് ആൻസർ പറഞ്ഞത്. ഇവിടെ 3:2 എന്ന അനുപാതത്തിലാണ് ഇവിടെ മത്സരാർത്ഥികൾ രണ്ടുപേരും എത്തി നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി നീതുവാണ്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയിയെ നീതുവിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. ആദ്യം എന്തായിരുന്നു? അതെ അതെ അതെ, പേടിയായിരുന്നു. രഞ്ജിച്ചേട്ടൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് ആദ്യമേ ഇറങ്ങിയത്. ചേച്ചി എങ്ങനെയുണ്ട്? നല്ല പ്രോഗ്രാം ആയിരുന്നു. ആദ്യമായിട്ട് നമ്മളൊരു അപ്രോച്ച് ചെയ്യണം. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും കാണാറുണ്ട്. നല്ല രീതിയിലാട്ടോ ഞങ്ങളോട് അപ്രോച്ച് ചെയ്യാൻ വളരെ നല്ല രീതിയിലാണ്. എനിവേ താങ്ക് യു. ഇഞ്ചോടിഞ്ചിന്റെ ഈ ഒരു എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.